ഹായ് മക്കളെ, എന്താ വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഒരുപാട് കാലമായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു ഓഫീസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്നെ കാണാൻ പലരും പല സ്ഥലത്തുനിന്ന് വരലുണ്ട് കല്യാണ ആവശ്യത്തിന്. എനിക്ക് പേഴ്സണലി പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എന്നോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ, അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ റോഡ് സൈഡിൽ നിന്നോ ഏതെങ്കിലും മാളിൽ നിന്നൊക്കെയാണ് മീറ്റ് ചെയ്യാറ്. മെയിനായിട്ട് കല്യാണത്തിൻ്റെ കാര്യം തന്നെയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിയുള്ള മക്കളായാലും നോർമലായാലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായാലും അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാർ കാണാൻ ഒരുപാട് ദൂരം നിന്നൊക്കെ വന്നിട്ട് ആടുന്ന് ഇവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ നിന്നും കാണുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരു വിഷമം ഉണ്ടായിരുന്നു. നമുക്കൊരു സ്ഥലമില്ലാണ്ടായിപ്പോയല്ലോ എന്നുള്ളത്. അപ്പോൾ വീടുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്കൊരു കാരണം എല്ലാവരോടും വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ നമ്മളൊരു മിന്നുവിൻ്റെ സേഫ്റ്റിക്കായാലും പിന്നെ നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളെ മാത്രം ഒരു സ്ഥലമാണ്, ഞങ്ങളെ ഫാമിലീൻ്റെ അങ്ങനെ ഒരു സ്ഥലം. അതൊരു അത് ഇല്ലേ, ശരിയല്ല, അത് നമ്മുടെ ഒരു സ്വർഗം, അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വൈബാണ് നമുക്ക് വീട് എന്ന് പറയുമ്പോൾ. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ പിന്നെ അല്ലാണ്ട് അങ്ങനെയല്ല, അതായത് ഈ ജോലിപരമായ ഈ ഭിന്നശേഷിയൊന്നും അല്ലാത്ത ആൾക്കാരെ കല്യാണക്കാരൊക്കെ വീട്ടിൽ നിന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു എനിക്കൊരു ദഹിക്കാറില്ല ഉള്ള പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഓഫീസ് പോലെ ഒന്ന് സെറ്റാക്കണം എന്ന് കുറേ ആയി മനസ്സിലുള്ള ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ചക്കാലക്കൽ കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പിന്നെ വീഡിയോ, ഭിന്നശേഷിയുള്ള ആളുകളുടെ വീഡിയോ കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് വരാൻ ഓക്കെ ഉള്ളവർക്ക്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങോട്ട് വന്നാലും നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ. കാരണം ഇപ്പം എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ കുറച്ച് സീനാണ്. കാരണം വാവ അറിയാലോ, അപ്പം മിന്നുവിൻ്റെ ഒക്കെ ഓളെ ഒരു 7 മാസത്തോളമായി ഓളെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് കൂട്ടണ്ടേ, ഞാനിങ്ങനെ അവിടെ പോകാണ്ട് ഇവിടെ പോകാണ്ട് എന്നിട്ട് ഇങ്ങനെ നിർത്തുന്നതാണ്. അപ്പോൾ ഇനിയും അങ്ങനെ എത്ര കാലം നിർത്തും? വാവയ്ക്ക് ഇപ്പോൾ 7 മാസം. എന്തായാലും ഒരു കുറച്ച് വലുതാവും വരെ ശ്രദ്ധ എന്തായാലും വേണം. അപ്പം ഞാനങ്ങ് രാവിലെ അങ്ങ് പോയി ഓളിവിടെ ഒറ്റക്കാകുമ്പോൾ എനിക്ക് ടെൻഷനായിട്ട് രക്ഷ ഉണ്ടാവില്ല. പിന്നെ എപ്പോൾ ഓളവിടെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവണതയില്ല. ആടെ ആയാലും ശരി, ഉപ്പയും ഉമ്മയും ഓലിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഓല് നല്ല രീതിയിൽ വാവേനെ എല്ലാവരെയും നോക്കൂ. എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി ഒരു ഇതാണ് എപ്പോൾ ഓളാടാന്ന് പറയുമ്പോൾ, പിന്നെ ഓളെ വീടല്ലേ ഇത്, എപ്പോൾ ഓളാടല്ല വേണ്ടത്, ഓൾ ഇവിടെ അല്ലേ വേണ്ടിയാണ്. ഇപ്പോൾ ഓഫീസാകുമ്പോൾ രാവിലെ എനിക്ക് ഓളയും കൂട്ടി അങ്ങ് പോവാം, ഓളയും വാവേനെയും കൂട്ടി അവിടെ പോവാം, എന്നിട്ട് ഉച്ചക്ക് വേണേൽ ഇവിടെ വരാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഒരുപാട് സമയം കിട്ടും, ഫാമിലിൻ്റെ ഓടിയും കിട്ടും, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഞാനിങ്ങനെ ഓടി 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 ക്ഷീണിച്ച് എനിക്ക് എന്തൊക്കെ വയ്യാണ്ടാകുന്നു. അതുകൊണ്ടാണ്. മാത്രമല്ല വരുന്നോലാന്നേ ഒരു ദിവസം ഒരു 5 10 വരാം. ഞാൻ പോകുമ്പോൾ എനിക്കൊരു ദിവസം 1 2 3 ഇടത്തിലേ പോകാൻ പറ്റും. തീരെ വയ്യാത്ത ഇടത്തിൽ നമ്മൾ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്, കുറച്ച് നിങ്ങളോട് പറയാത്ത കുറച്ച് സർപ്രൈസുകളുണ്ട് അവിടെ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ. അതൊക്കെ പിന്നീട് വൈകിട്ട് തീർച്ചയായിട്ടും നിങ്ങളോട് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ആ റൂം എടുത്തതിൻ്റെ എഗ്രിമെൻ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബിൽഡിങ്ങൊക്കെ കൊണ്ട് ഒപ്പിട്ടിട്ട് അത് മിന്നുവിൻ്റെ കൈ കൊടുക്കണം, എനിക്കൊരാഗ്രഹം. അപ്പോൾ ഓളെ കൈ കൊടുക്കണം, ആ ചാവിയൊക്കെ ഓളെ കയ്യിൽ കൊടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഓളെയും കൂട്ടിയിട്ട് നമുക്ക് ആ ഷോപ്പ് കാണാൻ പോവല്ലേ. അവിടെ ഒരുപാട് പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല. ഒരു സ്റ്റുഡിയോയും പിന്നെ അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ആക്കണം. എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നല്ല എന്നെ പരാതി പറയുന്നവർക്ക് ഇനി ഓഫീസിലൊക്കെ വന്നാൽ മതിയല്ലോ അല്ലേ നമ്മളെ കാണാൻ. ഞാനെന്തോ കല്യാണ കാര്യമാണ്, ഇനി ബ്രോക്കറായി നിങ്ങൾ കല്യാണമൊക്കെ ഉണ്ടേ പറഞ്ഞോ. ഇനി കല്യാണ കാര്യമൊക്കെ അറഞ്ചം ചെയ്യാൻ പോവാ. മീഷൻ ഉണ്ടാവും കേട്ടോ, വെറുതെ ഒന്നുമല്ല. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്തേക്ക് പോവാം. ഇന്നലെ വലിയ കാര്യമായിട്ട് ഞാൻ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് ഗൈസ്. മിന്നുവിനെ കൊണ്ട് പോവുകയാണ് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. ഇന്നലെ പോകാനായിക്കില്ല. വേറൊരു ഷർട്ട് ഇട്ടിട്ട് ഇന്നെന്താ അവിടെ പോകുന്നത് നിങ്ങൾ വിചാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാ. ഇന്നലെ വാവേനെല്ലാം ഒരുക്കി കഴിയുമ്പോഴേക്ക് നേരം പോയി. പിന്നെ ബിൽഡിംഗ് ഓണർക്ക് എവിടെയോ പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി. ഞാൻ ലേശം ചായയും കുടിച്ച് ഇറങ്ങിയതാ. പുരയിൽ മിന്നൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ആടുന്നു ഇവിടുന്ന് ചായ കുടിക്കുക, ഹോട്ടലിൽ നിന്നൊക്കെ. ഓളവിടെ പോയാൽ ചായ കിട്ടും, പക്ഷേ കിട്ടായിട്ടല്ല. എന്നാലും പിന്നെ ഞാനിവിടെ നിന്ന് കുടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്ക് പൈച്ചു പോകൂലേ. നിങ്ങളെന്നാ പറയുന്നത്. അനിയൻ എന്തോ ഉണ്ടാക്കിയതാ. ഞാൻ പിന്നെ ഓനെന്തെല്ലാം ആക്കി ഓനും ഒപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ഓളിങ്ങ് വന്ന് കിട്ടിയാലല്ലേ ഇനിയിപ്പോൾ ഓളിങ്ങ് വന്നിട്ട് വേണം എനിക്ക് കുക്കിങ് തുടങ്ങുവാൻ. ഇതാ നമ്മൾ ഫുഡ് കഴിച്ച മച്ചക്കുളത്ത് നമ്മളൊരു ഹോട്ടലിലാണ് കേട്ടോ, ഹോട്ടൽ ദിനാർ. അവിടെ അടിപൊളി ഫുഡാണ്. എന്നാൽ പിന്നെ പോവുക. ഇന്നലത്തെ പോലെ റിപ്പീറ്റ്. ഇന്നലത്തെ ബാക്കി വീഡിയോ ഇന്നാണ്. എന്നാ വാവേനെ ഒറ്റക്കിട്ട് വേഗം പോരുന്നാലേ. ഇനി അതിനെയും കൂട്ടിയാലെന്താ?
വാ മഴ പെയ്താല് ആ പിണങ്ങുവാ പിണങ്ങും എന്ത് കരയോ പോവാലെന്നാ വാവേനെ കൂട്ടാണ്ട് പോകുന്നതിൽ നല്ല വിഷമമുണ്ട് അല്ലേ ശിവനെ ഇപ്പോൾ കൂട്ടിയ പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്നാ പോവാ പിന്നെ നമ്മള് ഷട്ടർ എടുത്തെത്തി കേട്ടോ ആ ലാസ്റ്റ് ഷട്ടർ നമ്മൾ എടുത്ത ഇതാ അത് ലാസ്റ്റ് ഇപ്പുറം വേറെന്തോ ഉണ്ട് അപ്പോൾ നമ്മൾ ചക്കാലക്കലാണ് കേട്ടോ ഉള്ള ചക്കാലക്കലാണുള്ളത് ഇവിടെയാണ് നമ്മൾ കടമുറി എടുത്തത് ഓക്കെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് എന്നാ എഗ്രിമെൻ്റ് പേപ്പർ ഒപ്പിട്ട് വാങ്ങുമല്ലേ പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഇത് ഇതിലാണ് നമ്മളെ ഇനി ഓഫീസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന റൂം ഓപ്പൺ ആക്കുമല്ലേ ആ അപ്പോൾ നമ്മൾ ഈ ഓഫീസ് ഇങ്ങനെ എടുത്തേക്കെന്നല്ലാണ്ട് റെഡി ക്യാഷ് കയ്യിൽ വെച്ചിട്ടൊന്നും എടുത്തതല്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പൈസ ചിലവാക്കാനുള്ള എമൗണ്ടും ഇല്ല പക്ഷേ ഇത് ചെയ്യണം എന്നുള്ള അത്രയും നിർബന്ധമാണ് കാരണം ഇപ്പോൾ മിന്നുവിനായാലും വാവനായാലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഓല ഇവിടെ കൊണ്ടുവരിക ഇവിടെ ഇരുത്തുക രാവിലെ ഫുഡെല്ലാം ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം എന്താ ചായയും കടിയിൽ ഉണ്ടാക്കിയിട്ട് വരാം ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അത്രയും ഓൾഡ് കാര്യം കൂടി എനിക്ക് നോക്കണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫീസുകാർ എടുത്തത് അപ്പോൾ ഈ സോഫയിലുണ്ടല്ലോ നല്ല നിങ്ങളെ അടുത്ത് നല്ല സോഫകൾ ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇതുള്ള സോഫ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ അതിൻ്റെ റെക്സിൻ മാത്രം മാറ്റിയാൽ നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ അറിയിച്ചോട്ടോ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയും വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വർക്ക് എടുക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കൊളാബായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരുണ്ട് പറയട്ടോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്കിത് മിനിമമായിട്ട് ബഡ്ജറ്റായിട്ട് ചെയ്യണം അല്ലാണ്ട് ഇപ്പം തന്നെ കടം വാങ്ങി ഒരുപാട് സെറ്റപ്പ് ആക്കിയിട്ട് ആരെ കാണിക്കാനാണ് നമ്മൾ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മൾ ഓഫീസും അങ്ങനെ പടിപടിയായിട്ട് ചെയ്യാമെന്ന് നമ്മളാരെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നിലത്തായാലും ഒരു പിന്നെ ഇവിടെ ടൈലല്ല അപ്പോൾ മിനിമം ഒരു നമ്മളെ ഒരു കറക്റ്റ് ഇതുപോലെയുള്ള ഉണ്ടല്ലോ അല്ലേ ഇനി എന്നാ പറഞ്ഞേ സ്റ്റേജിലൊക്കെ വേണമെന്നായിട്ടാ വേണമെന്നോ എടാ ആടല്ലേ ഒരു റെഡ് കാർപ്പറ്റ് പോലത്തെ അല്ലേ ആടെ ഇടാ ഈ ഏരിയയിൽ അപ്പോൾ നമ്മളെ റൂം ഇതാണല്ലോ ഈ ഒരു ഏരിയ കുറച്ചൊരു സ്പേസ് നമ്മളിവിടെ ഇങ്ങനെ ഇതായിട്ട് ആടെ ഫുള്ള് വീഡിയോ എടുക്കാനുള്ളൊരു സ്പേസ് ഒരു സ്റ്റുഡിയോ പോലെ പോഡ്കാസ്റ്റ് ആയാലും പിന്നെ ഭിന്നശേഷി മക്കൾ വരുമ്പോൾ ഓലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു സ്പേസൊക്കെ ആടെ വേണം പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലവും പിന്നെ ഒരു ടേബിൾ ഇട്ടിട്ടുള്ളൊരു അങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് വിചാരിക്കുന്നത് പിന്നെ ഇവിടെ ബാത്റൂമൊക്കെ ഇതിൻ്റെ ബേക്കിലുണ്ട് കേട്ടോ അപ്പോൾ ദൂരത്ത് നിന്ന് വരുന്നവർക്കൊന്നും പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ റൂം ഇപ്പോൾ കൂടുതലായിട്ട് ഇനിയൊന്നും ഇല്ല വാവ അവിടെ കരയുന്നുണ്ടാവും അപ്പോൾ അധികം ലേറ്റ് ആക്കാണ്ട് പോവാ അല്ലേ എന്നാ പോവാ ഓഫീസ് എനിക്ക് ഇഷ്ടപ്പെട്ടിക്കോ മിന്നൂസ് ഇടണോ ഇതിന് പേര് പിന്നെന്നാ ഇടുക ഇതിനൊരു വെറൈറ്റി പേരാ എനിക്കധികം ഇഷ്ടപ്പെടുവാനൊന്നും സാധ്യതയില്ല പക്ഷെ അതാണ് ഇതിൻ്റെ പേരൊന്നും ഒഫീഷ്യലായിട്ട് ഇപ്പം പറയുന്നില്ല ട്രേഡ് മാർക്കൊക്കെ എടുത്തിട്ടേ പറയൂ പിന്നെ ആരെങ്കിലും പേരിട്ട് കളഞ്ഞാലോ എന്താ രജിസ്റ്റർ ചെയ്താലോ കേട്ടോ ആദ്യം എന്നാൽ പിന്നെ ഞങ്ങളിനി പുറേ പോട്ടെ വാവേനെ ഒറ്റക്കാക്കി വന്നതല്ലേ വാവ ഇപ്പം എണീക്കോ അതിൻ്റെ മുമ്പ് പോകണോ ഇനി ഇതാണ് കേട്ടോ നമ്മുടെ തട്ടകം നമ്മുടെ വീഡിയോ എടുക്കുന്നതും കാണാൻ വരുന്നവർക്കൊക്കെ ഇവിടെ വരാം പണികളൊക്കെ വേഗം കഴിയാൻ നിങ്ങൾ ദുആ ചെയ്യട്ടോ ഓക്കെ എന്നാൽ വീട്ടിൽ പോവാം